ഇതുകൊണ്ടൊന്നും കാര്യം കിട്ടാനില്ല. നമസ്കരിച്ചുകൂടെ? ആ നേരത്ത് നോമ്പെടുത്തുകൂടെ? ദിക്റുകൾ ചൊല്ലിക്കൂടെ? സലാത്തുകൾ ചൊല്ലിക്കൂടെ? മഹാന്മാരായ ആലിമീങ്ങളുടെ ആ നിലക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കേട്ട് കോരിത്തരിച്ചിരുന്നുകൂടെ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഹ്ലുസുന്നത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ മഹാനവറുകളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. എന്താ അദ്ദേഹത്തോട് ചോദിച്ചത്? അർറജുലു യസൂമു വയുസല്ലി വയഅ്തകിഫു അഹബ്ബു ഇലൈക ഔ യതകല്ലമു ഫീ അഹ്ലിൽ ബിദ്അഇ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് എന്താ ചോദിച്ചതെന്നറിയാമോ? അയാൾ നമസ്കരിക്കുന്നുണ്ട്, അയാൾ നോമ്പെടുക്കുകയും ചെയ്യുന്നുണ്ട്, അയാൾ പള്ളിയിൽ ഇത്തികാഫിൽ തന്നെയാണ്. അയാളാണോ താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരനായവൻ? ഔ യതകല്ലമു ഫീ അഹ്ലിൽ ബിദ്അഇ. ഇതൊക്കെയുള്ളതോടൊപ്പം ബിദ്അത്തുകാർക്കെതിരെ ശക്തമായി സംസാരിക്കുന്നവനാണോ? ഒരാൾക്ക് എന്താ പണി? അയാൾ ശരിക്കും നിസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, എഴുത്തിക്കാഫിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാത്രമേ അയാൾ ശ്രദ്ധിക്കുള്ളൂ. ഒരു തിന്മ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കണമെന്നോ, ആ തിന്മക്കെതിരെ താൻ പഠിച്ചത് മനസ്സിലാക്കിയത് പറയണമെന്നോ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കണമെന്നോ അയാൾക്ക് ചിന്തയില്ല. അയാൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. അതേ അവസരത്തിൽ അങ്ങനെയുള്ള ആളുകളാണോ ഏറ്റവും അങ്ങ് ഇഷ്ടപ്പെടുന്നത്? അതോ ഒരാൾ എന്ത് ചെയ്യുന്നു? ഈ ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ബിദ്അത്തുകാർക്കെതിരെ, അള്ളാന്റെ ദീനിനെ വികലമാക്കുന്ന പഴിവിഴച്ചു പോയ കക്ഷികൾക്കെതിരെ അവരുടെ വിശ്വാസങ്ങൾ എന്തെന്ന് ചികഞ്ഞന്വേഷിച്ചുകൊണ്ട്, അവരുടെ ആചാരങ്ങൾ എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് അതിലൊക്കെ പെട്ടുപോകാൻ സാധ്യതയുള്ള ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ട് ആ ബിദ്അത്തിന്റെ കക്ഷികാർക്കെതിരെ, പുത്തൻവാദികളുടെ ആദർശങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണോ അങ്ങേക്കിടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവരാരാണെന്ന് ചോദിച്ചപ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല കൊടുക്കുന്ന മറുപടി കേട്ടു നോക്കൂ. ഫഖാല, ഇമാം അവർകൾ മറുപടി പറഞ്ഞു, ഇദാ ഖാമ വസല്ല വഅ്തഖഫ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി. ഒരാൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും അതുപോലെ തന്നെ ഇഅ്തികാഫിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി, അതുകൊണ്ടുള്ള ഉപകാരം അവനിൽ മാത്രം ഒതുങ്ങി നിന്നല്ലോ, അതുകൊണ്ടുള്ള പ്രയോജനം അവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ. അതേ അവസരത്തിൽ വൈദാ തകല്ലമ, ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ വൈദാ തകല്ലമ, ഒരാൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഫീ അഹ്ലിൽ ബിദ്അഇ, ബിദ്അത്തുകാരായ കക്ഷികൾക്കെതിരെ അവരുടെ നിറം നോക്കാതെ, അവരുടെ ഭൂരിപക്ഷം പരിഗണിക്കാതെ, അവരുടെ മറ്റേതെങ്കിലും സ്വാധീനങ്ങൾ നോക്കാതെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ അവരുടെ ബിദ്അത്തുകളിലേക്ക് ജനങ്ങൾ പെട്ടുപോകാതെ, അവരുടെ പുത്തൻ വാദങ്ങളിലേക്ക് ജനങ്ങൾ നടന്നെടുക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്ന നിലക്ക് കൃത്യമായി അവയെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ ഒരാൾ തയ്യാറാകുമ്പോ ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ, അവനെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിലാണല്ലോ ഗുണമുള്ളത്. വഹാദാ അഫ്ളൽ, അതുകൊണ്ട് അവൻ തന്നെയാണ് അഫ്ളലായവൻ, അത് തന്നെയാണ് ശ്രേഷ്ഠമായ കാര്യമെന്ന് ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായി മറുപടി കൊടുക്കുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതെടുത്ത് ഉദ്ധരിച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇതാണ് സഹോദര ഒരു ഉത്തമമായ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവുക, ഒരുപാട് പ്രവർത്തകന്മാരുണ്ടാവുക, ഒരുപാട് സാമ്പത്തിക ശേഷി ഉണ്ടാവുക, ഒരുപാട് അനാഥ മക്കളെ പോറ്റുക, ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് എന്ന് ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ ഇന്ന് മുസ്ലിം നേതാക്കൾ എന്ന് പറഞ്ഞാൽ പുറം ലോകത്ത് പരിചയപ്പെടുത്തിയത് എങ്ങനെ? അയാൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നേതാവാണ്. എന്താണ്? ഒരുപാട് യത്തീമക്കളെ അയാൾ പോറ്റുന്നുണ്ട്. എന്തായുള്ള സ്ഥാപനം കണ്ടാൽ എത്രയാ യത്തീമക്കളെ പോറ്റുന്നത്, എത്ര വിധവകളെയാണ് പോറ്റുന്നത്, എത്ര ആളുകൾക്കാണ് തൊഴിൽ നൽകിയത്, എത്ര സ്ഥാപനങ്ങളാണ്, എത്ര കോളേജുകളാണ്. ഇതൊക്കെയാണോ ഒരു ഖൈറു ഉമ്മത്തിന്റെ? അത് മാത്രമാണോ ഒരു ഖൈറു ഉമ്മത്തിന്റെ ലക്ഷണം? എങ്കിൽ ഇവിടെ ഖൈറു ഉമ്മത്താകേണ്ടിയിരുന്നത് ആഗോളാടിസ്ഥാനത്തിൽ ഈ മേഖലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ ളാല്ലീൻ എന്ന് പറഞ്ഞ ആ കക്ഷികളായിരുന്നു, നസാറാക്കളായിരുന്നു, അല്ലെങ്കിൽ ജൂതന്മാരായിരുന്നു. അവരല്ലേ ആഗോളാടിസ്ഥാനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മേഖലകളിലൊക്കെ മികച്ചു നിൽക്കുന്ന ആളുകൾ. പക്ഷേ അതുകൊണ്ട് കാര്യമായോ? ഖുർആൻ പറയുന്നത് അതൊക്കെ മനുഷ്യരിൽ ഉണ്ടാകുന്നത് അവനിൽ ഈ ഒരു അടിത്തറ ഉണ്ടാകണം,
അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ നിന്നു പോകുന്ന ഒരു കാലഘട്ടം. അവിടേക്കാണ് കാലഘട്ടം എത്തുന്നത്. അംറും ബിൽ മഅറൂഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന, നഹിയുൻ അനിൽ മുൻകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാരെ നോക്കി അവന്റെ മനസ്സിനെ മരവിപ്പിച്ചിടാൻ വേണ്ടി കിബാറുൽ ഉലമമാരുടെ നേതൃത്വമുള്ള ആളുകളാണെന്ന് ചമയുന്ന ചില ആളുകൾ ഇന്ന് സമൂഹത്തിൽ വളരെ ഗൂഢമായി തന്നെ യഹൂദി പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദര. അവർ പറയുന്നു, അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ നടത്താൻ നിങ്ങൾ ആരാണ്? നിങ്ങൾക്കതിന് കഴിയുമോ? നിങ്ങൾ ആലിമാണോ? നിങ്ങളുടെ ഉസ്താദ് ആരാണ്? നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? ആ ഉസ്താദിനെ പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾക്ക് അങ്ങനെ സനത് പറയാൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാർക്കൊന്നും സനദില്ല, ആർക്കും അങ്ങനെ എത്തിപ്പറയാവുന്ന ഒരു ഉസ്താദുമാരില്ല. അതുകൊണ്ട് ഇവിടെയൊന്നും ആലിമീങ്ങളില്ല. നമുക്ക് ഇന്റർനെറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിബാറുൽ ഉലമമാരുടെ മാത്രം ശബ്ദങ്ങൾ കേൾക്കാം. അത് മാത്രമേ ദീനുള്ളൂ, അല്ലാത്തവർക്ക് ദീന് പറയാൻ കഴിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ഏറ്റവും വലിയ നാശത്തിന് വിത്തുപാകിയ ഒരാദർശമാണിത്. എല്ലാ ഇൽമും തികഞ്ഞുകൊണ്ട് അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകറും നടത്താൻ പറ്റൂ എങ്കിൽ ഈ ലോകത്തതിന് നിമിത്തമാകാൻ ഒരാൾക്കും സാധിക്കില്ല ഈ കാലഘട്ടത്തിൽ. നിങ്ങൾ നോക്കൂ, ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവൻ എന്താണ് അനിവാര്യമായി നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്? ഞാനോ നിങ്ങളോ ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മിലുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം എന്താണ്? പറയുന്ന കാര്യത്തെ സംബന്ധിച്ച്, ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകണം. എല്ലാ അറിവും ഉണ്ടാകണം എന്നല്ല. നിങ്ങൾ ഒരാളോട് ളുഹുർ 5 നേരം നിസ്കരിക്കണം, ളുഹുർ 4 റക്അത്താണ് നമസ്കരിക്കേണ്ടത്, ഇങ്ങനെ 5 നേരത്തെ നിസ്കാരം, അതിൻ്റെ റക്അത്തുകളും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരാളോട് ഉപദേശിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് സക്കാത്തിൻ്റെ മസലയും നോമ്പിൻ്റെ മസലയും ഹജ്ജിൻ്റെ മസലയും വറാസത്തിൻ്റെയും മുതലോരിയേക്കുന്ന നിയമവും നിക്കാഹിൻ്റെ നിയമവും തലാഖിൻ്റെ നിയമവും എല്ലാ നിയമവും കൂടി പഠിച്ചാലേ നിങ്ങൾക്കൊരാളോട് നിങ്ങൾ 5 നേരം നമസ്കരിക്കണം കേട്ടോ, 5 നേരത്തെ നമസ്കാരം ആകെ ടോട്ടൽ 17 റക്അത്താണ്, അത് ഓരോ വഖത്തിന് ഇന്നതാണ് എന്നൊക്കെ പറയണമെങ്കിൽ എല്ലാം തികയണ്ട. അത് പറയാൻ നിങ്ങൾ എന്താണോ നിങ്ങൾ പറയുന്നത്, ആ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇൽമുണ്ടായാൽ മതി. എല്ലാം കൂടി തികഞ്ഞാൽ ഒരു കാര്യം പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ അംറുൻ ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ നടക്കില്ല. അത് നടക്കാതിരിക്കലാണ് ആഗോളാടിസ്ഥാനത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉത്തമ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അത് നിലനിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. സദാചാരം കൊണ്ട് കൽപ്പിക്കുക, ദുരാചാരത്തെ വിരോധിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മിലുണ്ടാകേണ്ടുന്ന മാറ്റം എന്താണ്? അതിനൊരുങ്ങുന്ന ഒരു മനുഷ്യൻ അവൻ നന്നാകാതെ നിവൃത്തിയില്ല. താൻ നന്നാവാതെ അത് പറയാൻ കഴിയില്ല. തൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു തിന്മയെ ആത്മാർത്ഥമായി ഒരാൾക്ക് എതിർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവന് മനസ്സാക്ഷിക്കുത്തുണ്ടാകും ഈമാനിൻ്റെ കണികയെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ. അതുകൊണ്ട് ഖൈറു ഉമ്മത്തിൻ്റെ, ഉത്തമ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയായ സദാചാരം കൊണ്ട് കൽപ്പിക്കുക, ദുരാചാരത്തെ വിരോധിക്കുക, ഈ ഒരു പാതയിൽ ശക്തമായ നിലക്കുള്ള ശ്രമങ്ങളാണ് ഇനിയും വൈകാതെ തളരാതെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കേണ്ടത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹോദരങ്ങളെ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹം നന്നായത് കേവല തിലാവത്തിലൂടെയല്ല, കേവല പാരായണത്തിലൂടെയല്ല. പാരായണം ഫലവത്താകുന്നത് തദബ്ബുറിലൂടെയാണ്, തഫഹുമിലൂടെയാണ്, തഅഖുലിലൂടെയാണ്. എന്തൊക്കെയാണ് ആ പറയുന്നത്? ഖുർആൻ ചോദിച്ചതാണത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. മറ്റൊരു സ്ഥലത്തോ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. മറ്റൊരു സ്ഥലത്തോ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ ലിയദ്ദബ്ബറൂ ആയാതിഹി. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, ഉറ്റാലോചിക്കാൻ വേണ്ടി ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ഉദ്ദേശം തന്നെ കേവല പാരായണം മാത്രമല്ല. പാരായണം ചെയ്താലും ഒരക്ഷരത്തിന് 10 നന്മയുണ്ട്. അത് തർക്കിക്കേണ്ട സംഗതിയല്ല. ചിലരൊക്കെ അങ്ങനെയും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ ഓതുന്നതും ഗീതപാരായണം ചെയ്യുന്നതും അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള നോവലിസ്റ്റുകളുടെ
നോവലുകൾ പാരായണം ചെയ്യുന്നതും തുല്യമാണെന്നൊക്കെ ചില പ്രബോധനക്കാർ എഴുതി വിട്ടിട്ടുണ്ട്. അത് ജഹാലത്താണ്, അത് വിവരക്കേടാണ്. മറിച്ച് അർത്ഥമറിയാതെ പാരായണം ചെയ്താലും